Now we discuss the double slit experiment with particles. So we have already seen that the double slit experiment was performed by Thomas Young in the year 1801, and so this experiment is an evidence for the wave nature of light. So since the particle also shows the wave characteristics, it should be possible to do double slit experiment with particles also. And therefore we can observe the wave-like behavior directly from the double slit experiment. But there are some technological difficulties of producing double slit for particles. So നമ്മൾ ഓൾറെഡി കണ്ടു ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് വന്നത് 1924 1926-27 ഇയേഴ്സിലാണ് ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റും GP തോംസൺ എക്സ്പെരിമെന്റ് പാർട്ടിക്കിൾ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സ് വന്നത്. പക്ഷെ ആ സമയത്ത് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ പാർട്ടിക്കിൾസിന് വേണ്ടിയുള്ള ഡബിൾ സ്ലിറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ സം ടെക്നോളജിക്കൽ ഡിഫിക്കൽട്ടീസ് ആർ ദെയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കൺസ്ട്രക്ട് ചെയ്തത് 1961-ലാണ്. സോ ദി ഫസ്റ്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വിത്ത് ഇലക്ട്രോൺസ് വാസ് ഡൺ ഇൻ ദി ഇയർ 1961. So here the electrons from a hot filament is accelerated through a potential of 50 kilovolts, and then they pass through a double slit of separation 2 micrometers, and slit width is 0.5 micrometer. അപ്പോൾ മൈക്രോമീറ്റർ ഓർഡറിലുള്ള സ്ലിറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഈ 50 കിലോ വോൾട്ടിന് ഇക്വലന്റ് ആയിട്ട് ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5.4 പൈക്കോമീറ്റേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്ലീസ് കാൽക്കുലേറ്റ് ഇറ്റ് ഇസ് അബൌട്ട് 5.4 picometers. So and slit width is of the order of micrometers. So there is a visible pattern produced when these particles strike a fluorescent screen. So ഈ ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ ഫോർ ഇലക്ട്രോൺസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ന്യൂട്രോൺസ് വെച്ചിട്ടും എക്സ്പെരിമെന്റ് ചെയ്യാം. ന്യൂട്രോൺസ് ന്യൂക്ലിയർ റിയാക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ന്യൂട്രോൺസിന് എനർജി കുറയ്ക്കുന്നത് സ്ലോ ഡൗൺ, അതായത് അതിന്റെ എനർജി റിഡ്യൂസ് ചെയ്തിട്ട് തെർമൽ എനർജിക്ക് ഈക്വൽ ആക്കുന്നു. അതായത് KT തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ KTക്ക് ഇക്വലന്റ് ആയിട്ട് ഒരു 0.025 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ഓർഡർ റിഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂട്രോൺസിന്റെ എനർജി നോൺ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒരു 1 or 2 നാനോമീറ്റേഴ്സ് ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 25 മൈക്രോമീറ്റേഴ്സ് ഓർഡറിലാണ്. ആൻഡ് ദി ഇന്റൻസിറ്റി ഓഫ് ദി ന്യൂട്രോൺസ് ദാറ്റ് പാസ് ത്രൂ ദിസ് double slit was observed by sliding another slit across the beam and measuring the intensity of neutrons passed through the scanning slit. അപ്പോൾ ഇങ്ങനെയാണ് ഡിറ്റക്ടർ വരുന്നത്. ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ലാറ്ററലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഡിറക്ഷനിലുള്ള ഇന്റൻസിറ്റി ഈ ഡിറ്റക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യാം. ഈ പോയിന്റിൽ ചെയ്യാം. ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആംഗിളിൽ ചെയ്യാം. അങ്ങനെ ഓരോ ആംഗിളിലും മെഷർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി പാറ്റേൺ ഓഫ് ഇന്റൻസിറ്റി മാക്സിമ ആൻഡ് മിനിമം. So this pattern shows that the interference has occurred and neutrons has got a wave nature. So the wave nature of the neutrons is also verified. By measuring the spacing between edges and maxima, we can find out the wavelength of the neutron beam. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ലാംഡ ക്യാപിറ്റൽ D by small d ആണ്. So lambda equal to D into delta Y by capital D.
അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേണിന് ഏകദേശം മാക്സിമം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 75 മൈക്രോമീറ്റർ ഓർഡറിൽ കിട്ടുന്നു. ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു സ്ലിറ്റിൻ്റെ അവിടുത്തെ ക്യാപിറ്റൽ ഡി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാനോമീറ്റർ ഓർഡറിൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് ന്യൂട്രോൺസിൻ്റെ വേവ് ലെങ്ത് നമ്മൾ ഡിബ്രോളി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതേ വാല്യൂ തന്നെ കിട്ടുന്നുണ്ട്. So this results agrees very well with the de Broglie wavelength of the neutron beam. Similarly, atoms വെച്ചിട്ടും നമുക്ക് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യാം. അപ്പോൾ അവിടെ ഹീലിയം ആറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു സ്കാനിങ് സ്ലിറ്റ് ആണ് ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇന്റൻസിറ്റി പാറ്റേണിന്റെ മാക്സിമം മിനിമം നമുക്ക് കാണാൻ പറ്റും. ഈ സെപ്പറേഷൻ ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം യൂസ് ചെയ്തിട്ട് വേവ് ലെങ്ത് കാണാൻ പറ്റും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് വേവ് ലെങ്ത് ഇസ് കൺസിസ്റ്റന്റ് വിത്ത് ദി de Broglie വേവ് ലെങ്ത് ഓഫ് ദി atoms. We can also see that this diffraction experiments can be done for larger molecules like fullerene molecule. Fullerene is nothing but carbon 60. So this experiment is done in the year 2003, and we can measure the wavelength from the diffraction pattern, and we can see that this wavelength is consistent with the de Broglie wavelength of the fullerene molecule. So we have discussed many interference and diffraction experiments using different particles like electrons, protons, neutrons, atoms and molecules. അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് അല്ല. എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾസിനും മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും നമുക്ക് ഈ എക്സ്പെരിമെന്റ്സ് ചെയ്യാം. ആൻഡ് ദിസ് എക്സ്പെരിമെന്റ്സ് കൺഫേംസ് ദി വേവ് നേച്ചർ ഓഫ് ദി പാർട്ടിക്കിൾസ്. അപ്പോൾ ഏർലിയർ ഇത് നോട്ടീസ് ചെയ്യാതിരിക്കാനുള്ള റീസൺ ആ പീരീഡിൽ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് പെർഫോം ചെയ്യാനുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ വേവ് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് വേവ് നേച്ചർ ഹാസ് ഗോട്ട് മെനി ആപ്ലിക്കേഷൻസ്. ദി ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ gives the detailed information about the structure of the solid crystals and complex molecule. So solid benzene in the structure deduced from neutron diffraction ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ബെൻസീനിലെ കാർബണിനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്, ബെൻസീനിലുള്ള ഹൈഡ്രജൻ. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷനും റിസോൾവിംഗ് പവറും ഒക്കെ കുറവാണ്. ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിന് കൂടുതൽ മാഗ്നിഫിക്കേഷനും റിസോൾവിംഗ് പവറും വേണമെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് കുറയണം. അപ്പോൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറവാണ് ഇലക്ട്രോൺ ബീംസിന്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ മാഗ്നിഫിക്കേഷനും ബെറ്റർ resolving power കിട്ടും. So this is the electron microscope image of bacteria on the surface of the human tongue. So the magnification is about the order of 5000. So the electron microscope has got greater magnification and greater resolving power than the light microscope, because the wavelength of the electron beam is very much less than the wavelength of the light. The magnification and the resolving power are inversely proportional to the wavelength. Okay. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ ഡൗട്ട് ഉണ്ടാവാൻ, അതായത് ഏത് സ്ലിറ്റിലൂടെ ആയിരിക്കണം പാർട്ടിക്കിൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ലിറ്റ്സ് വരുന്നുണ്ട് എക്സ്പെരിമെന്റിൽ. അപ്പോൾ ഇതിൽ ഏത് സ്ലിറ്റിലൂടെ ആയിരിക്കും ഈ പാർട്ടിക്കിൾ പാസ് ചെയ്യുന്നത്? ഇത് മെഷർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ സ്ലിറ്റിനകത്ത് ഓരോ സ്ലിറ്റിനകത്ത് ഓരോ ഡിറ്റക്ടേഴ്സ് വെക്കാം. അതായത് പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന രീതിയിൽ ഒരു ഡിറ്റക്ടർ വെക്കാം. ഓക്കെ. അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് നമ്മൾ സ്ലോ ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാർട്ടിക്കിളിൻ്റെ ട്രാക്ക് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അത് ഏത് സ്ലിറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് പെർഫോം ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇമാജിനറി എക്സ്പെരിമെന്റ്സ് ആണ്, ജഡാങ്കി ഓർ തോട്ട് എക്സ്പെരിമെന്റ്സ് ആണ്. എന്തായിരുന്നാലും അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ there is no interference pattern on the screen. So instead we get a pattern similar to this. So there are no interference fringes here.
അപ്പം നമ്മൾ ഏതൊരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും, അതായത് ഏത് സ്ലിറ്റിലൂടെയാണ് പാർട്ടിക്കിൾ പാസ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. അതായത് ക്ലാസിക്കലി ഒരു പാർട്ടിക്കിൾ ഒരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു സ്ലിറ്റിലൂടെ പാസ് ചെയ്യാം. പക്ഷേ വേവ് നേച്ചർ അനുസരിച്ച് ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവാനുള്ള കാരണം ദി വേവ് ഫ്രണ്ട് പാസിംഗ് ത്രൂ ബോത്ത് സ്ലിറ്റ്സ് ആൻഡ് റീകമ്പൈനിങ്. അപ്പോൾ ഈ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട് രണ്ട് സ്ലിറ്റിലൂടെയും പാസ് ചെയ്ത് റീകമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഡിറ്റക്ടർ നമ്മൾ സ്ലിറ്റിൽ വെക്കുമ്പോൾ നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം വി കനോട്ട് ഒബ്സർവ് ദി വേവ് നേച്ചർ. So when we study the wave nature, we cannot simultaneously observe the particle nature. So when we study the particle nature, we cannot simultaneously observe the wave nature. So the electrons will behave as a particle or a wave, but we cannot observe the wave nature and the particle nature, the both aspects of its behavior simultaneously. So ഇപ്പോൾ ഫോട്ടോൺസിന്റെ കേസിലും ഇത് ട്രൂ ആണ്. ഫോട്ടോൺസിനും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. പക്ഷെ സൈമൾട്ടേനിയസ്ലി നമുക്കത് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വേവ് ടൈപ്പ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമുക്ക് വേവ് നേച്ചർ കാണാം, പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ കാണാം. ബട്ട് ബോത്ത് ആസ്പെക്ട്സ് കനോട്ട് ബി ഒബ്സർവ്ഡ് എക്സ്പെരിമെന്റലി അറ്റ് ദി സെയിം ഇൻസ്റ്റന്റ് ഓഫ് ടൈം. So this is the basis for the principle of complementarity. So according to the principle of complementarity, the complete description of a photon or a particle like an electron cannot be made in terms of only particle properties or only wave properties, but that both aspects of its behavior should be considered. So photons has got dual nature and the particles has got a dual nature. So they are complementary to each other, but the particle and wave nature cannot be observed simultaneously using any experiment. A dual nature photonsനുണ്ട്, അതുപോലെ പാർട്ടിക്കിൾസിനുണ്ട്. അപ്പൊ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് അതിന് ഡ്വൽ നേച്ചർ ഉണ്ട്. പക്ഷെ നമുക്കത് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. സോ ദി ടൈപ്പ് ഓഫ് ദി ബിഹേവിയർ വി ഒബ്സർവ് ഡിപ്പെൻഡ്സ് ഓൺ ദി കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റ് വി ആർ ഡൂയിങ്. പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെന്റ് ഷോസ് ഓൺലി പാർട്ടിക്കിൾ ലൈക്ക് ബിഹേവിയർ. So if you are performing a particle type experiment, it gives particle type behavior. And if you are performing a wave type experiment, it shows the wave like behavior. അപ്പോൾ ഫോട്ടോൺസിന് ഡുവൽ നേച്ചർ ഉണ്ട്, പക്ഷെ സൈമൾട്ടേനിയസ്ലി വിത്ത് സെയിം എക്സ്പെരിമെന്റ് നമുക്ക് ഈ പാർട്ടിക്കിൾ നേച്ചറും അതുപോലെ വേവ് നേച്ചറും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. സോ ദി സൈമൾട്ടേനിയസ് ഒബ്സർവേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് ദി വേവ് നേച്ചർ of the photons cannot be done using any experiment. So similarly, the simultaneous observation of particle nature and wave nature of any particles also cannot be done with any experiment. But anyway, particle has got dual nature and radiation photon has got a dual nature. So that means the both aspects of its behavior, that is particle nature and dual nature, should be considered while describing a photon or a particle. So this is the principle of complementarity. Particle nature and wave nature are complementary to each other. Okay. Thank you.